ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഡെവണിലാണ് കേട്ടോ. ഡെവണിലൊരു ട്രിപ്പ് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കാച്ചുകൊണ്ട് ഫ്രീ അവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ 2 ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അപ്പോൾ നമ്മളിനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ബീച്ചിലേക്കായിരിക്കും കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി എത്തിയാണ് കേട്ടോ ഇവിടെ നമ്മളൊരു ഹോട്ടലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിനാണ് കേട്ടോ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയത്. ഒരു 4 hours ഡ്രൈവ് ഉണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഇങ്ങോട്ടേക്ക് ഡവണിലേക്ക്. കാച്ചുകൂടെ ബീച്ചിൽ പോകാനായിട്ട് സൺസ്ക്രീമൊക്കെ ഇട്ട് റെഡി ആകുകയാണ് കേട്ടോ. കണ്ടില്ലേ, തന്നെ സൺസ്ക്രീമൊക്കെ വാരിയിട്ടാ ബീച്ചിൽ പോയി ഇറങ്ങാനായിട്ട്. സ്പൈഡർമാന്റെ ഷൂ ആണോ ഉള്ളത്? കാണിച്ചേ. കണ്ടോ, സ്പൈഡർമാന്റെ ഷൂ ആണോ കേട്ടോ കാച്ചുന്റെ. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് റെഡി ആയിട്ടുണ്ടോ എന്ന് പോയി നോക്കിട്ട് തരാം കേട്ടോ. വാ 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 വാ, കാച്ചു വരുന്നുണ്ട്. എവിടെയുണ്ട് കേട്ടോ. കാച്ചു ഇവിടെ. ചേട്ടാ വരും. ഹലോ ഹലോ. സൺസ്ക്രീൻ ഒക്കെ തേച്ചിട്ടുണ്ട്. എന്റെ സ്പൈഡർമാന്റെ ഷൂവാ. സ്പൈഡർമാൻ റെഡി ആയില്ലടാ. അടിപൊളി. ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. ഇതായി കാണുന്നതാണ് പ്രിയയുടെ ഔട്ട്ഫിറ്റ്. ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച്. ഇതാണ് കേട്ടോ കാച്ചിന്റെ ഔട്ട്ഫിറ്റ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ കാശലിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കാച്ചു ഇവിടെ. അവിടുന്ന് പോയാൽ മോളിൽ നിന്ന് വെടിവെല്ലാം വെക്കും. മോളിൽ ഇതുവഴിയൊക്കെയാണ് കയറി പോയിട്ടുണ്ടെങ്കിൽ വടി വെക്കും. ഇവിടെ കാശലിനടുത്ത് തന്നെ ഒരു നല്ല ഗാർഡൻ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാർഡനിൽ കൂടെ. അതുവഴിയാണ് കേട്ടോ. നമ്മളിതിവിടെ ചെറിയൊരു വഴി കണ്ട്. അപ്പോൾ അതുവഴി ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയത്തില്ല. ജസ്റ്റ് പോയി നോക്കുകയാണ് കേട്ടോ. എൻട്രൻസ് ആണോ അവിടെ? എൻട്രൻസ് ആണോ? ഞങ്ങൾ ഇതിന് എൻട്രൻസ് കണ്ടുപിടിക്കാനായിട്ട് നടക്കണം കേട്ടോ. എവിടെ? ഇതൊക്കെയല്ലേ ഇവിടെ ആണെങ്കിൽ ഒരു ഗുഹ പോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. കേറി നോക്കി എങ്ങനെയുണ്ടെന്നുള്ള. ഇവിടെ കണ്ട ഒരു അടിപൊളി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ക്യാബേജ് പോലെ ഇരിക്കുന്നു. ചരട്ടെ എന്താ പറയുക? ഞാനിപ്പോ കുഴിയില് പോയതാ. ഇപ്പൊ താഴെ തന്നെ വാരി എടുക്കേണ്ടി വന്നേനെ. ഇവിടെ നിന്നുള്ള ഒരു നല്ല വ്യൂ ആണ് കേട്ടോ അങ്ങോട്ടേക്ക് കാണുന്നത്. ഇവിടെ ഒരു ഗുഹ പോലത്തെ സ്ഥലമാണ് കേട്ടോ. ഒരു ഗുഹ പോലത്തെ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ജയിലുണ്ടോ? അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ എന്തോ ജയില് പോലത്തെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ടേക്ക് അതിന്റെ ടോപ്പിലേക്കൊക്കെ ഒരു മുകളിലേക്ക് പോകാനൊക്കെ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. എന്റെ മോനെ, ഞാൻ ഇതുവഴി താഴോട്ട് പോയിരുന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിക്ക്. ഒന്നുകൂടെ കേറി ഇവിടുന്ന് ഞാൻ സ്ലൈഡ് ചെയ്ത് നിരങ്ങിപ്പോയ ഇങ്ങനെ മറ്റേ വണ്ടർലയിലൊക്കെ പോയിട്ട് നിരങ്ങി പോകത്തില്ലേ. ഹായ്, ഞാൻ നിരങ്ങി പോകാണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ.
എൻ്റെ മോനെ അവിടെ ഇതുവഴി തന്നെ ഇറങ്ങിപ്പോ. ഞങ്ങൾ കാശലിന് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. നമ്മൾ പുറത്ത് ഗാർഡനിലൊക്കെ കറങ്ങിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് കേട്ടോ. നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. പക്ഷെ ഇവിടെ കാശലിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പറാണ് കാണാൻ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി കേട്ടോ. നമ്മളിനി സൂവിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ സൂവിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇത് നമ്മൾ സൂവിൻ്റെ എൻട്രൻസിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു മരമാണ് കേട്ടോ. ഭയങ്കര ഭംഗി തോന്നുന്നു കേട്ടോ ഇത് കാണുമ്പോൾ. ഈ വഴിയാണ് കേട്ടോ ഈ വഴിയാണ് നമ്മൾ സൂവിൻ്റെ എൻട്രൻസിലേക്ക് പോകുന്നത്. ഈ പോകുന്ന വഴിക്കില്ല ഇതുപോലത്തെ സ്പീക്കറുകളിൽ നിന്ന് സൗണ്ടുകൾ വരുന്നുണ്ട് കേട്ടോ ഓരോന്ന്. ഇതാണ് കേട്ടോ സൂവിൻ്റെ എൻട്രൻസ്. ഇത് നമ്മൾ സൂവിൻ്റെ എൻട്രൻസിൽ തന്നെ കണ്ട ഒരു പക്ഷിയാണ് കേട്ടോ. ഇത് വളരെ ഭംഗിയാണ് കേട്ടോ ഈ പക്ഷി കാണാൻ. ഇതിൻ്റെ മുട്ടുകളാണെങ്കിൽ ബാക്ക് ബേർഡ്സ് ആണ് കേട്ടോ. ഇതിന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷി കൂടിയാണ് കേട്ടോ. ബോട്ടിംഗ് ഉണ്ടല്ലോ. ഈ സൈക്ലിംഗും ഉണ്ട് കേട്ടോ. സൈക്ലിംഗും ഉണ്ട്. മാരുതി ജിപ്സി ഇതെന്തോടാ അവിടെ അവിടെ ഫ്രീ ആയിട്ട് കഴിക്കാനോ ഫുഡ് സ്റ്റാളോ അവര് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ടോർക്കെ ബീച്ചിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. വീലിലാണ് ആദ്യം ജയന്റ് വീലിൽ കയറിയിട്ട് പിന്നെ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. കാച്ചുവിനിപ്പം ഷർട്ടേട്ടൻ മതി കേട്ടോ. ഞങ്ങളുടെ കൂടെ ഒക്കെ നടക്കുന്നില്ല. ഞങ്ങളുടെ കൂടെ വേണ്ടതാ. ഷർട്ടേനെ പിടിച്ച് കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. ഷർട്ടിനെ അനങ്ങാൻ സമ്മതിക്കില്ല. ഷർട്ട് അനുശിക്കൊക്കെ വിട്ട് ഫുൾ കാച്ചുവിൻ്റെ കയ്യിലാണ്. അങ്ങനെ ഞങ്ങള് ജയന്റ് വീലിനുള്ളിൽ കയറി കേട്ടോ. ഇനി ചുറ്റും പേടിയുണ്ടോ? മസിൽ പിടിച്ചിട്ടുണ്ട്. നമ്മള് താഴേന്ന് വേണ്ടെത്തി മരത്തിന്റെ ഒക്കെ അടുത്തെത്തി. ഞങ്ങള് ജയന്റ് വീലിൽ നിന്ന് പുറത്തിറങ്ങി. ജയന്റ് വീല് കുഴപ്പമില്ല അത്യാവശ്യം. പക്ഷെ ഭയങ്കര സ്ലോയിലല്ലേ പോന്നെ ശരത്തെ? നല്ല സ്ലോ ആയിരുന്നു. ഭയങ്കര സ്ലോ ആയിരുന്നല്ലേ? ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. പക്ഷെ അതിൽ നല്ല വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട്. ഇവിടെ പക്ഷെ ബോട്ടിങ് ഉണ്ടല്ലോ അവിടെ. ബോട്ടിങ് നിങ്ങളുടെ പടം വരയ്ക്കണോ? ഞങ്ങള് ബീച്ചിലെത്തി കേട്ടോ. ബീച്ചിലേക്ക് ഇറങ്ങുകയാണേ. കാച്ചും ശരത്തും അനുസൂയ ഓൾറെഡി ഇറങ്ങി കേട്ടോ ബീച്ചിൽ.
അപ്പോൾ ഞങ്ങളങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ റൂമെല്ലാം വെക്കേറ്റ് ചെയ്യണം കേട്ടോ. നേരെ ഗ്രൗണ്ടിലേക്കാണ്. ഇന്ന് മാച്ച് ഉണ്ട് ഇവിടെ, ടൂർണമെൻ്റ് ആണ് കേട്ടോ. 10 ഓവർ മാച്ചാണ്. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഫസ്റ്റ് മാച്ച് ജയിച്ചു. ഇനിയിപ്പോൾ രണ്ടാമത്തെ മാച്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. 2 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, കളിയൊക്കെ കണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ മാച്ചിൽ. നമ്മുടെ ടീം ഫുള്ള് ഇവിടെ ഉണ്ട്. പേടിച്ചൂരി കിടക്കണം. എല്ലാരും ഒപ്പ എടുക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതില്ലോട് നല്ലൊരു ഐഡിയ. വെറുതെ എന്നത് പിന്നെ പൊളിയല്ലേ. ഔട്ട്. നമ്മുടെ ടൂർണമെൻറ്റ് നമ്മൾ ഫൈനലിൽ എത്തിയായിരുന്നു ടൂർണമെൻറ്റിൽ. പക്ഷേ നമ്മൾ ഫൈനലിൽ മാച്ച് തോറ്റുപോയി. റണ്ണറപ്പാണ് ടൂർണമെൻറ്റിൽ. അപ്പോൾ ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ.